ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മളിന്ന് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 8-ാം അധ്യായം ആണ് വായിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജനനത്തെക്കുറിച്ച് വായിച്ചു. ഈ അധ്യായം ബാലലീലകളും ഒക്കെ നിറഞ്ഞ ഒരു രസകരമായൊരു അധ്യായമാണ്. എത്ര കേട്ടാലും മതി വരില്ല അല്ലേ ഭഗവാന്റെ ബാലലീലകളെക്കുറിച്ച്. അപ്പോൾ ഈ ബാലലീലകളും നാമകരണവും ഒക്കെയാണ് 8-ാം അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണ ജനനം അത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോകുലം. നന്ദഗോപുരം യശോദയും ഒക്കെ ഇതിൽ ആനന്ദപരവശരായി ഭഗവാന്റെ ആ സാമീപ്യം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ശിശുരൂപത്തിലുള്ള. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നാമകരണം വേണമല്ലോ എന്നുള്ളത് ഓർമ്മ വരുന്നത്. അങ്ങനെ ഗർഗ മഹർഷി ആണ് അത് ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യുന്നത് വളരെ രഹസ്യമായിട്ട് വേണം ചെയ്യാൻ. കാരണം ഇത് ഏതെങ്കിലും തരത്തിൽ കംസൻ്റെ ചെവിയിൽ എത്തിപ്പെട്ടാൽ അത് ദേവകിയുടെ പുത്രനാണോ ഇത്, ഈ അശരീരിയിൽ കേട്ട ദേവകിയുടെ 8ാമത്തെ പുത്രൻ തന്നെ കൊല്ലും എന്നാണല്ലോ അശരീരി കേട്ടത്. അപ്പോൾ കംസൻ അങ്ങനെ എങ്ങാനും മനസ്സിലാക്കി ഈ കുട്ടിക്ക് വല്ല അപകടവും ഉണ്ടാക്കും എന്നുള്ള ഒരു ഭയം ഗർഗമഹർഷിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗർഗമഹർഷി പറഞ്ഞു, ഞാൻ വളരെ പ്രസിദ്ധനാണ്, എല്ലാവർക്കും അറിയാം ഞാൻ എന്തൊക്കെ എവിടെയൊക്കെ പോകുന്നു, ഏതൊക്കെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒരു പ്രസിദ്ധിയുള്ള ആൾ എല്ലാവരും നോട്ടീസ് ചെയ്യും അല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ആരും അറിയാതെയാണ് ഈ കൃഷ്ണൻ്റെ നാമകരണവും ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ആരും അറിയാതെ ഉള്ള ഒരു ദിവസം വന്ന് കൃഷ്ണനെ നാമകരണം ചെയ്യാണ്. അപ്പോൾ കൃഷ്ണനെ പറ്റി പറയാണ്, വേറെ പല വർണ്ണങ്ങളിലും കൃഷ്ണൻ വന്നിട്ടുണ്ട്. മഞ്ഞ നിറത്തിലും വെളുത്ത നിറത്തിലും ഒക്കെ വന്നിട്ടുണ്ട്. ഈ പ്രാവശ്യം കൃഷ്ണവർണ്ണത്തിലാണ് വന്നിരിക്കുന്നത് ഭഗവാൻ ഈ കുഞ്ഞിൻ്റെ രൂപത്തിൽ. അതുകൊണ്ട് കൃഷ്ണൻ എന്ന പേര് ഇടാം എന്ന് തീരുമാനിക്കുകയാണ്. ബലരാമന് ബലൻ എന്നുള്ള പേര്, അങ്ങനെ അല്ലെങ്കിൽ സംഘർഷണൻ, അങ്ങനെയുള്ള 1-2 പേരുകളും സജസ്റ്റ് ചെയ്യാണ്. അങ്ങനെ നാമകരണം ഒക്കെ കഴിഞ്ഞ് കുട്ടികളിങ്ങനെ കളികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല പല കുസൃതികളും കാണിച്ചുകൊണ്ട് കൃഷ്ണൻ ഇങ്ങനെ എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട്, ഗോകുലവാസികളെയൊക്കെ ആനന്ദിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസവും വളർന്നു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യശോദാമാതാവിനെ എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും, നമ്മൾക്ക് ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്കറിയാം, നമ്മൾ എന്തെങ്കിലും പണികൾ ചെയ്യുമ്പോഴും മനസ്സിലിങ്ങനെ കുട്ടികളുടെ ഓരോരോ കളികളും കുസൃതികളൊക്കെ ആണെങ്കിൽ അവരുടെ ഓരോരോ കളികളും കൗതുകം നിറഞ്ഞ ഓരോ മുഖത്തിൻ്റെ മുഖഭാവങ്ങളും ചേഷ്ടകളും ഇതൊക്കെ നമ്മളുടെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കും എപ്പോഴും. അപ്പോൾ കൃഷ്ണനെ പോലെ മഹാവികൃതിയായ ഒരു കുട്ടി, കുസൃതിയായ ഒരു കുട്ടിയാവുമ്പോൾ പിന്നെ പറയാനില്ലല്ലോ. അപ്പോൾ യശോദയ്ക്ക് എപ്പോഴും മനസ്സിൽ തൈര് കടയുമ്പോഴും ഈ പശുക്കളെ പരിപാലിക്കുമ്പോഴും എല്ലാം എന്ത് ചെയ്യുമ്പോഴും അമ്മയ്ക്ക് ഈ കുട്ടിയുടെ വിചാരം മാത്രമേ ഉള്ളൂ മനസ്സിൽ. അങ്ങനെയാണ് അതാണ് ഏകാഗ്രമായിട്ട് നമ്മൾ ഭക്തി എന്ന് പറയും, ഏകാന്ത ഭക്തി എന്ന് പറയില്ല. അത് 1 പോയിന്റഡ്നെസ്, മനസ്സിനെ ഒന്നിലേക്ക് തന്നെ പോയിന്റ് ചെയ്ത് നിർത്താൻ പറ്റുക. അപ്പോൾ കൃഷ്ണൻ അത് അമ്മയ്ക്ക് എളുപ്പമാക്കി കൊടുത്തിരിക്കുകയാണ്. ഭക്തിഭാവം എന്നുള്ളത് ഒരു പ്രയാസവും കൂടാതെ, മറ്റുള്ളവർ എത്രയോ തരത്തിലുള്ള സാധനകളും ധ്യാനങ്ങളും എല്ലാം പരിശീലിച്ച് മനസ്സിനെയൊക്കെ അടക്കി എല്ലാം ഇന്ദ്രിയ നിഗ്രഹങ്ങളൊക്കെ പരിശീലിച്ച് വൈരാഗ്യം ശീലിച്ച് ഇങ്ങനെയൊക്കെ പ്രയാസപ്പെട്ടിട്ട് ഭഗവാനിലേക്ക് എത്താൻ യോഗികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്കാണെങ്കിലോ എന്തൊരു എളുപ്പം അമ്മയ്ക്ക് അല്ലേ. ഇതൊന്നും ഇല്ലാതെ തന്നെ മനസ്സിൽ വേറെ ഒന്നുമില്ല, ഈ കൃഷ്ണൻ്റെ കളികൾ മാത്രമേ മനസ്സിലുള്ളൂ. അതുകൊണ്ട് ഏറ്റവും അത് നമ്മളൊരു കീർത്തനം ഉണ്ടല്ലോ, എന്ന തവം ചെയ്തനേ യശോദ, എന്ന തവം ചെയ്തനേ. എല്ലാ ദേവന്മാരും
ഋഷിമാരും ഒക്കെ ഏതൊക്കെ തരത്തിലുള്ള സാധനകളൊക്കെ ചെയ്ത് ഏതൊരു ഭഗവാനെ പ്രാപിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുവോ, കഠിന പ്രയത്നം ചെയ്ത്, ഇത് അമ്മയ്ക്ക് എന്തൊരു തപസ്സാണ്, എന്തൊരു പുണ്യമാണ് ഈ അമ്മ ചെയ്തത് അല്ലേ. ഈ കൃഷ്ണനെ, ഭഗവാനെ ഈ ഒരു ശിശുവിൻ്റെ രൂപത്തിൽ സദാ സാമീപ്യം അനുഭവിച്ചുകൊണ്ട് ആ മനസ്സിലുള്ള മാലിന്യങ്ങളെല്ലാം അതുകൊണ്ട് തന്നെ അകന്നുപോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് യശോദയ്ക്ക് ഈ ഒരു നമ്മളുടെ ഭഗവത്ഗീതയിൽ അർജുനന് കിട്ടിയ ആ ഒരു ഭാഗ്യം, ആ ഒരു വിശ്വരൂപ ദർശനം എന്നുള്ള ആ ഒരു അനുഭവം, അത് അമ്മയ്ക്ക് വളരെ എളുപ്പത്തിൽ കുട്ടിക്ക് പാല് കൊടുക്കുന്ന ആ ഒരു 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 ലാഘവ ആ ഒരു സമയത്ത് അങ്ങനെയുള്ളൊരു ഒരു ഒരു പുത്രവാത്സല്യം നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു നിമിഷത്തിൻ്റെ ഒരു എഫേർട്ട് മാത്രമേ ആവശ്യമായി വന്നുള്ളൂ അമ്മ യശോദയ്ക്ക് ഈ ഒരു അനുഭവം കിട്ടാൻ വേണ്ടി. അപ്പം നമ്മൾ ആ അധ്യായമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. അപ്പം ശ്രീശുക ഉവാച ഗർഗപുരോഹിതോ രാജൻ യദൂനാം സുമഹാതപാഃ വ്രജം ജഗാമനന്തസ്യ വസുദേവ പ്രചോദിതഃ തം ദൃഷ്ട്വാ പരമപ്രീതഃ പ്രത്യുത്ഥായ കൃതാഞ്ജലിഃ ആനർച്ചാഥോക്ഷജധിയാ പ്रणिपातपुरस्सरम्. ഇങ്ങനെ ഗർഗ മുനി വസുദേവനാൽ പ്രേരിപ്പിക്കപ്പെട്ട് വന്ന് കൃഷ്ണൻ്റെ ഈ നാമകരണവും ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ, ഈ ജാതകർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ആ സമയത്ത് അതൊക്കെ കഴിഞ്ഞ് ഭഗവാൻ കൃഷ്ണൻ രാമനുമൊത്ത് ഗോപബാലകന്മാരോടുകൂടെ ഗോപിമാർക്ക് പരമാനന്ദമുണ്ടാക്കിക്കൊണ്ട് പല പല കളികളും കാണിച്ച് എല്ലാവരുടെയും മനം കവർന്നുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണൻ അവിടെ. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ, വേറെ എവിടെയൊക്കെ ഈ നാടകം, ഈ നാടകം അരങ്ങേറാൻ ഏതൊക്കെ സ്ഥലങ്ങളുണ്ടായിരുന്നു വേറെ അല്ലേ. പക്ഷേ ഈ ഒരു ചെറിയൊരു ഗ്രാമം, അവിടെയുള്ള ആളുകളൊക്കെ നിഷ്കളങ്കരായ ഗ്രാമവാസികൾ, അവരുടെ ഇടയിലാണ് കൃഷ്ണൻ ഇങ്ങനൊരു നാടകം അരങ്ങേറാൻ വേണ്ടി ചൂസ് ചെയ്തൊരു സ്റ്റേജ് അതാണ്. അപ്പം അതിൽ തന്നെ ഉണ്ട് എവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നല്ല, നമ്മുടെ മനസ്സിൻ്റെ നിഷ്കളങ്കതയിലാണ് ഭഗവാൻ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഒരുപാട് പഠിക്കേണ്ട ഒന്നും ആവശ്യമില്ല, ഒരുപാട് ഗ്രന്ഥങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഭഗവാനെ അറിയാൻ ഈ നിഷ്കളങ്കമായ മനസ്സ്, ഇത് പറയും വെണ്ണ പോലെ പരിശുദ്ധമായ ഒരു മനസ്സോടുകൂടി നിൽക്കുന്ന ആൾക്ക് ഭഗവാൻ ആ വെണ്ണ കവരാൻ ഓടി വരുന്നതാണ്. അതാണ് വാസുദേവൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു മനസ്സിൻ്റെ മാലിന്യങ്ങൾ, രാഗദ്വേഷങ്ങളാകുന്ന മാലിന്യങ്ങളൊക്കെ പതുക്കെ അകറ്റി നമ്മൾ ഈ ഒരു പരിശുദ്ധിയിലേക്ക് എത്തുമ്പോൾ ആ ഭഗവാനാകുന്ന ആ ആനന്ദമാണ് നമ്മുടെ ഉള്ളിൽ അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ഇത് പുറത്തുനിന്ന് എവിടെ നിന്നും വരുന്നതല്ല, നമ്മുടെ ഉള്ളിൽ അത് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ ഒരു ആനന്ദത്തെക്കുറിച്ചാണ് ഇവിടെ. ഈ ഒരു ആനന്ദം ഫിസിക്കലി മാനിഫെസ്റ്റ് ചെയ്ത് യശോദാദേവിക്ക് അനുഭവിക്കാൻ പറ്റി അല്ലേ. ഒരു ഫിസിക്കൽ പ്രസൻസ് അനുഭവിക്കാൻ പറ്റി, സാമീപ്യം അനുഭവിക്കാൻ പറ്റി കൃഷ്ണൻ്റെ. അപ്പോൾ അങ്ങനെ കുട്ടികളെ കളിപ്പിച്ച് ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും, ഗൃഹസ്വാമികളുടെ നേർക്ക് കോപിച്ച് ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നുള്ളിവിട്ട് കരയിപ്പിച്ച് അങ്ങ് ഓടിപ്പോവും. അപ്പോൾ അങ്ങനെ ഓരോരോ കുസൃതികൾ ദേഷ്യം പിടിപ്പിക്കാൻ എല്ലാ ബട്ടൺസ് ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ നോക്കൂ, എവിടെയാണോ രാഗദ്വേഷങ്ങളുള്ളത്, നമ്മൾക്ക് അറ്റാച്ച്മെൻറ്റ്സ് എവിടെയാണുള്ളത്, മനസ്സ് എവിടെയാണോ ഒട്ടിപ്പിടിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് പല ബുദ്ധിമുട്ടുകളും തന്നുകൊണ്ടിരിക്കും. എന്തിന്? നമ്മളതിൽ വളരാൻ, നമ്മുടെ മനസ്സിന് കുറച്ചും കൂടി മെച്യൂരിറ്റി വരാൻ അങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എല്ലാ ബട്ടൺസും പുഷ് ചെയ്യുക എന്നുള്ളത് ഭഗവാന്റെ ഒരു കളിയുടെ ഭാഗമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ
പിന്നെ എന്താണ് ഉം, അസമയത്ത് പശുക്കുട്ടികളെ വിട്ട് ആരെങ്കിലും അധിക്ഷേപിച്ചാൽ ഇപ്പോൾ സമയമില്ലാത്ത സമയത്ത് ഇപ്പോൾ സന്ധ്യയ്ക്ക് പശുക്കളെയൊക്കെ തൊഴുത്തിൽ കെട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആരും കാണാതെ പോയി ഈ പശുക്കുട്ടികളൊക്കെ അഴിച്ചിട്ട് അവർ പോയി അമ്മമാരുടെ അടുത്ത് പോയി പാല് കുടിച്ച് പിന്നെ പിറ്റേ ദിവസം പശുവിനെ കറക്കാൻ പോകുമ്പോൾ പാലില്ല. അപ്പോൾ ഈ യാദവന്മാർക്ക് ദേഷ്യം വരും. അപ്പോൾ ഈ ദേഷ്യമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ രസിച്ചുകൊണ്ട് കൃഷ്ണൻ ഇങ്ങനെ നടക്കും. അപ്പം അമ്മയോട് പരാതി പറയുമ്പോൾ അമ്മയുടെ മുഖഭാവങ്ങൾ ഇങ്ങനെ എല്ലാം ഓരോ അനുഭവങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിച്ചുകൊണ്ട് ഭഗവാൻ ഇവിടെ വൃന്ദാവനത്തിൽ ഇങ്ങനെ കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും അധിക്ഷേപിച്ചാൽ ചിരിച്ച് ചൗര്യത്തിന് പറ്റിയ ഉപകരണങ്ങൾ തീർത്ത് അപ്പോൾ എങ്ങനെയാണോ ഇപ്പം നമ്മൾ ഈ കലവറയിൽ ഇങ്ങനെ തൂക്കിയിടും, ഉറീൻ്റെ മുകളിലാണ് തൂക്കിയിടുക അല്ലേ, ഉറീൻ്റെ മുകളിൽ ഇങ്ങനെ വെണ്ണ കലം ഇങ്ങനെ തൂക്കിയിട്ട് കുട്ടികൾക്ക് എത്താത്ത തരത്തിൽ കുറച്ച് ഉയരത്തിലൊക്കെ ആയിരിക്കും അമ്മമാർ തൂക്കിയിടുക. അപ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്യും, അതിങ്ങനെ ഒരു ചവണ ഇതൊക്കെ ഉണ്ട്, അതാണ് ചൗര്യത്തിന് പറ്റിയ ഉപകരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ചവണകൾ ഉണ്ടാക്കി അതിങ്ങനെ നോക്കി ഇങ്ങനെ ഇത് കല്ല് കൊണ്ട് ആ കലം പൊട്ടിച്ച് അത് അതിൻ്റെ നേരെ താഴെ നിന്ന് ആ വെണ്ണ വായിലേക്ക് എത്തുന്ന തരത്തിൽ എയിം ചെയ്തും കൊണ്ട് നിന്ന് അത് കഴിക്കും. അത് കൂടെയുള്ള കുരങ്ങന്മാർക്കും എല്ലാത്തിനും വീതിച്ചു കൊടുക്കും. അത് പ്രത്യേകിച്ച് മനുഷ്യന്മാരുടെ ആവണമെന്നൊന്നുമില്ല, സുഹൃത്തുക്കൾക്കും എല്ലാം വീതിച്ച് നൽകും. അപ്പം അങ്ങനെയുള്ള ഓരോരോ രസകരമായ ഓരോരോ കളികൾ കളിച്ചുകൊണ്ട് കൃഷ്ണൻ നടക്കുകയാണ്. അപ്പോൾ കൈയെത്താത്ത ഉറിയിലുള്ള കലം, പീഠം, ഉരുൾ, അപ്പോൾ ഏതെങ്കിലും ഒന്നിടും, പീഠമോ ഉരലോ ഏതെങ്കിലും ഒന്ന് അടുത്ത് കൊണ്ടുപോയിട്ട് മാർഗമുണ്ടാക്കുന്നു. അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഈ ചവണ എറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു കയ്യിൽ കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് തട്ടി അത് ഉടച്ച് പാല്, വെണ്ണയോ തൈരോ എന്തെങ്കിലും ഒക്കെ എടുത്ത് കഴിക്കാം. അങ്ങനെയൊക്കെ ചെയ്ത് കൃഷ്ണനിങ്ങനെ നടക്കുകയാണ്. അപ്പം ധാർഷ്ട്യ പ്രവൃത്തികൾ കണ്ട് ദേഷ്യപ്പെട്ടാൽ അതിന് തറുതലയും പറയും. അല്ലാതെ നല്ല മര്യാദയുള്ള ഒരു കുട്ടിയായിട്ടൊന്നുമല്ല കൃഷ്ണൻ നടന്നത്. എല്ലാ തരത്തിലുള്ള വികൃതിയുണ്ട്, നല്ല തറുതലയും പറയും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉരുളക്കുപ്പേര് പോലെ നല്ല തറുതലയും പറയും. അങ്ങനെ പിന്നെ പറഞ്ഞ് ഭയം സ്ഫുരിക്കുന്ന കണ്ണുകളോടെ ഇടയിടയിൽ നോക്കും. അപ്പോൾ അമ്മ എന്താ ഇപ്പോൾ പറയാന്നുള്ള ഒരു ഭയത്തോടു കൂടി അങ്ങനെ ഒരു മുഖഭാവം ഉണ്ടാക്കി, എനിക്ക് ഭയങ്കര പേടിയുണ്ട് എന്നുള്ള തരത്തിലുള്ളൊരു മുഖഭാവം ഉണ്ടാക്കി അമ്മയെ ഇങ്ങനെ നോക്കും. അങ്ങനെ ചെയ്ത് പിന്നെ ബലരാമൻ എന്ത് ചെയ്യും, ബലരാമൻ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പണി കൊടുക്കും കൃഷ്ണ അമ്മയെ കൃഷ്ണൻ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു. കുട്ടികളുണ്ടാവുമല്ലോ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെക്കുന്ന പരിപാടി. അപ്പം അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ പോയി പറഞ്ഞു കൊടുക്കുന്നതിനിടയിൽ ബലരാമൻ പറയാണ് അമ്മേ, ഈ കൃഷ്ണൻ ഇങ്ങനെ ആരും കാണാതെ മണ്ണിങ്ങനെ എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ അത് കേട്ട്, ശരിയാണോ കൃഷ്ണ, മണ്ണ് തിന്നു നിനക്ക് അറിയില്ലേ വയറിന് അസുഖം പിടിക്കുന്നു, ഇവിടെ വാ ഞാൻ നോക്കട്ടെ. ഇല്ല അമ്മേ, ഞാൻ മണ്ണ് തിന്നിട്ടില്ല. അത് മണ്ണ് വായിൽ വെച്ചുകൊണ്ട് മണ്ണ് തിന്നിട്ടില്ല എന്ന് പറയുന്നു. വായ അധികം തുറക്കാൻ പറ്റാണ്ട് മണ്ണ് തുറന്നിട്ടേ ഇല്ല എന്ന് പറയുമ്പോൾ അമ്മ കണ്ണനെ അടുത്ത് പിടിച്ച് വായ തുറന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ സമയത്ത് പുത്രന്റെ ഹിതമിച്ഛിക്കുന്ന യശോദ കൈപിടിച്ച് ദേഷ്യം കൊണ്ട് ഭയം കൊണ്ട് ചഞ്ചലങ്ങളായ നേത്രങ്ങളോടുകൂടിയ കൃഷ്ണനോട് പറഞ്ഞു, വികൃതി, നീ ആരും കാണാതെ എന്തിനു മണ്ണ് തിന്നോ? അങ്ങനെ നിന്റെ ചങ്ങാതികളായ ഈ കുട്ടികളും ജ്യേഷ്ഠനായ ബലരാമനും ഒക്കെ വന്ന് പരാതി പറയുന്നുണ്ടല്ലോ. ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല, നിന്നെപ്പറ്റി ഈ പരാതി മുമ്പും കേട്ടിട്ടുണ്ട്, എന്തിനിത് കഴിക്കുന്നു എന്ന് ദേഷ്യത്തോടെ അമ്മ പറയാണ്. അപ്പം കൃഷ്ണൻ പറയാണ്, നാഹം ഭക്ഷിതവാനംബ സർവേ മിഥ്യാഭിശംസിനഃ യദി സത്യഗിരസ്തർഹി സമക്ഷം പശ്യമേ മുഖം. അങ്ങനെ അമ്മയുടെ ആ വാത്സല്യവും ആത്മാർത്ഥതയും ആ സ്നേഹം, ആ പുത്രവാത്സല്യം ഇതെല്ലാം കണ്ട് അമ്മയോടൊരു കാരുണ്യം തോന്നുകയാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കാരുണ്യം
തോന്നി അമ്മയോട് പറയാണ്, അമ്മ ഞാൻ മണ്ണ് തിന്നിട്ടേ ഇല്ല, എൻ്റെ വായിലേക്കൊന്ന് നോക്കൂ അമ്മ എന്ന് പറഞ്ഞ് വായ തുറക്കുന്ന സമയത്ത് അമ്മ യശോദ കാണുകയാണ് ഈ ജഗത്ത് മുഴുവൻ അവിടെ കാണാൻ കഴിയുകയാണ്. അപ്പോൾ ഈ അനുഭവം ഇങ്ങനെയാണ് ഭഗവാൻ വേദവ്യാസൻ പറയുന്നത്. സാ തത്ര ദദൃശേ വിശ്വം ജഗത്സ്ഥാസ്നുചഖം ദിശഃ സാദ്രിദ്വീപാബ്ധി ഭൂഗോളം സവായുഗ്നീന്ദുതാരകം ജ്യോതിശ്ചക്രം ജലം തേജോ നഭസ്വാൻവിയദേവ ച വൈകാരികാണീന്ദ്രിയാണി മനോമാത്രാ ഗുണസ്ത്രയഃ. യശോദ അവിടെ വിശ്വം മുഴുവൻ കാണുകയാണ്. അപ്പൊ സ്ഥാവര ജംഗമങ്ങളെയും അന്തരീക്ഷത്തെയും ദിക്കുകളെയും പർവ്വതങ്ങളെയും ദ്വീപുകൾ സമുദ്രങ്ങൾ എന്നിവയോടുകൂടിയ ഭൂലോകത്തെയും എല്ലാം എന്തൊക്കെ ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാം ഭഗവാന്റെ ഈ ഉണ്ണിക്കണ്ണൻ്റെ വായ തുറന്നപ്പോൾ അവിടെ പിന്നെ വായല്ല കാണുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെ എന്താണ് കാണുന്നത്? ഈ യശോദാദേവി കാണുന്നത് യഥാർത്ഥത്തിൽ തൻ്റെ സ്വരൂപമായ ബ്രഹ്മസ്വരൂപം. നമ്മളുടെ ഒക്കെ യഥാർത്ഥ സ്വരൂപം എന്താണ്? ബ്രഹ്മമാണ്. ബ്രഹ്മം, ബോധം, ഏത് പേര് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഫോംലെസ് അവെയർനെസ്, ഇങ്ങനെ എന്ത് പേരും വിളിച്ചാലും ഈ ജഗദീശ്വരൻ, രൂപമില്ലാതെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ ജഗദീശ്വരൻ, അത് ആ ബോധമണ്ഡലം തന്നെയാണ് നമ്മൾ കാണുന്ന ഓരോ കാഴ്ചകളിലും ശബ്ദങ്ങളിലും എങ്ങും വ്യാപിച്ചു നിൽക്കുന്നത്. ചലിക്കുന്നതും ചലിക്കാത്തതുമായ വസ്തുക്കളിലും. പിന്നെ നമ്മളിപ്പോൾ നോക്കുമെന്ന് ഈ റൂമിൽ, ഇപ്പം നിങ്ങളിപ്പോൾ ഇരിക്കുന്ന റൂമിൽ മേലെ ചുമര് കാണുന്നുണ്ട്, താഴെ ഫ്ലോർ നിലം കാണുന്നുണ്ട്, അതിൻ്റെ മേലെ റൂഫുണ്ട്, അതിൻ്റെ മേലെ പിന്നെ ആകാശം. ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള ആ അന്തരീക്ഷം. അപ്പോൾ യശോദ കാണുകയാണ് ഈ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാൻ. അപ്പോൾ അന്തരീക്ഷത്തിൽ മുഴുവൻ കൃഷ്ണസ്വരൂപം നിറഞ്ഞു നിൽക്കുന്നതാണോ കാണുന്നതല്ല. അതൊരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ളൊരു അനുഭവമാണ്. അത് രൂപമില്ലാത്ത, അപ്പോൾ നമുക്ക് തോന്നും ഈ രൂപമില്ലാത്ത വസ്തു ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം വരാം. നമ്മൾക്ക് 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രമേ കാര്യങ്ങൾ അനുഭവിക്കാൻ പറ്റൂ. കണ്ണ് കാഴ്ചകൾ അറിയുന്നു, ചെവി ശബ്ദം അറിയുന്നു, മൂക്ക് ഗന്ധം അറിയുന്നു, പിന്നെ രുചി അറിയുന്നു നാക്ക്, പിന്നെ സ്പർശനം അറിയുന്നു, സംവേദനങ്ങൾ. ഇങ്ങനെ നമ്മളിപ്പോൾ കൈയൊന്ന് കൂട്ടിയൊന്ന് തിരുമ്മി നോക്കൂ, അപ്പോൾ ഈ സംവേദനം അതറിയുന്നു അല്ലേ, സ്പർശന സംവേദനങ്ങൾ ഈ ത്വക്ക് അറിയുന്നു. ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് അനുഭവങ്ങൾ സാധ്യമാവുള്ളൂ. ഈ യശോദാദേവി അറിയുന്ന ഈ അനുഭവം അത് കാഴ്ചയല്ല, ശബ്ദമല്ല, ഗന്ധമല്ല, രുചിയല്ല, സ്പർശന സംവേദനങ്ങളല്ല. അപ്പോൾ ഈ 5നും അതീതമാണ് ഭഗവാൻ എന്നുള്ളത് വ്യക്തമാണ്. അതാണ് ഇന്ദ്രിയ ഗോചരനല്ലാത്ത ആ ഒരു അനുഭവമാണ് ഭഗവാൻ. ഇന്ദ്രിയ ഗോചരമല്ലാതെ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾക്ക് അതറിയാനേ കഴിയില്ല. അപ്പം അതിലും വലിയ മറ്റൊരു കാര്യത്തിന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതെന്താണ്? ആ വസ്തു തന്നെ, അതറിയാൻ കഴിവുള്ള അങ്ങനെ ഒരു വസ്തു തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇതൊരു ഞാൻ ഈ വസ്തുവിനെ അറിയുന്നു എന്ന രണ്ടായ അനുഭവത്തിന് പകരം ഞാൻ എന്നെ തന്നെ അറിയുന്നു എന്നുള്ള അനുഭവമാണിത്. അപ്പോൾ ഇപ്പോൾ ഒരു ഗുരുവിന് തൻ്റെ ശിഷ്യന്
ഒരു പ്രാണപ്രസരത്തിൻ്റെ അനുഭവം കൊടുക്കാൻ നമുക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദന് കൊടുത്തത് തന്നെ നമുക്ക് അവരുടെ ചരിത്രം വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് തന്നെയാണ് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ ഇതേ കാര്യം, അന്തരീക്ഷം എന്ന വാക്ക് നിറഞ്ഞു നിൽക്കുന്നു. അർജുനൻ അത്ഭുതത്തോട്, നമുക്കതൊന്ന് വായിച്ചു നോക്കാം ആ ഭാഗം. അപ്പം അർജുനൻ പറയാണ്, അത്ഭുതത്തോടു കൂടി പറയാണ് കൃഷ്ണനോട്, കൃഷ്ണ, ഭൂമിക്കും ആകാശത്തിനും ഇടയിലുള്ള ആ സ്ഥലം, അന്തരീക്ഷം എന്ന വാക്കാണ്, ആ സ്ഥലം മുഴുവനും ഭഗവാനാൽ നിറഞ്ഞു നിൽക്കുന്നു. അപ്പം അർജുനൻ ഇതെങ്ങനെ അറിയുന്നു? ഈ അന്തരീക്ഷത്തിൽ മുഴുവൻ വായു ഉണ്ടെന്ന്, നമുക്ക് വായു ഇങ്ങനെ ചലിക്കാതെ നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വായു ഉണ്ട് എന്നുള്ളൊരു ശ്വസിക്കുന്നു നമ്മൾ, അല്ലേ? നമുക്ക് ശ്വസിക്കാൻ വായു വേണം. അപ്പോൾ നമുക്ക് ആരും പറയാണ്ട് തന്നെ അറിയാം വായു ഇവിടെ ഉണ്ട്, എന്നാൽ മാത്രമേ എനിക്ക് ശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന്. അതുപോലെ തന്നെ അപ്പം അതേസമയത്ത് നമ്മളിപ്പോൾ ഒരു ഫാൻ ഇട്ടാൽ വായുവിൻ്റെ നല്ല കാറ്റിൻ്റെ ആ അനുഭവം, അപ്പോൾ വായു ഉണ്ട് എന്നുള്ളത് കുറച്ചും കൂടെ വ്യക്തമായി മനസ്സിലായി. അപ്പം അതുപോലെ കൊണ്ട് കാണാത്ത ഒരു ഈ വായുവിൻ്റെ അനുഭവം എന്താണ്? നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണാനോ അല്ലെങ്കിൽ ശബ്ദം കേൾക്കാനോ ഇങ്ങനെയൊന്നും പറ്റില്ല, അല്ലേ? അത് നമ്മൾ ഒരുപക്ഷെ ഈ കാറ്റ് നമ്മുടെ ഒരു സ്പർശന സംവേദനമായിട്ട് അറിയാൻ പറ്റും എന്ന് മാത്രം. ഈ പറയുന്ന കാര്യം, അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ വസ്തുവിനെ എന്തുകൊണ്ട് അറിയാൻ പറ്റും? അതിന് പറ്റിയ ഒരു ഉപകരണം ഇല്ല. കാരണം എന്താണ്? ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അനുഭവവും അറിയുന്നത് അതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ ചിദാകാശ മണ്ഡലം, അതായത് ഫോംലെസ് ഫീൽഡ് ഓഫ് അവെയർനെസ്, ഈ അനുഭവം ഇതിലാണ് എല്ലാ അനുഭവങ്ങളും ഉണ്ടാവുന്നത്. അപ്പൊ പിന്നെ ഈ കണ്ണുകൊണ്ട് എങ്ങനെ അത് അറിയാൻ പറ്റും? അപ്പോൾ ഒരു കടലിൽ ഒരു തിരമാല വരികയാണ്. അപ്പം തിരമാല കടലിനെ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? അതൊരു മറ്റൊരു വസ്തുവായിട്ടാണോ? അല്ല, അത് കടലിൻ്റെ ഒരു ഭാഗമാണ് തിരമാല, അല്ലേ? തന്നെ തന്നെയാണ് അനുഭവിക്കുന്നത് കടലിനെ പറ്റി പറയുമ്പോൾ. അപ്പോൾ അതുപോലെ നമ്മളുടെ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സ് ഏകാഗ്രമാകുന്ന ആ ഒരു നിമിഷത്തിൽ അനുഭവിക്കുക എന്ന ആ ഒരു അനുഭവമാണ് യശോദാദേവി അനുഭവിക്കുന്നത്. അതല്ലാതെ മറ്റൊരാളെ അറിയുന്നത് പോലെ അങ്ങനെ ഒരു അനുഭവമല്ല. ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ അറിയുന്ന പോലെ ഒരു അനുഭവമല്ല. അദ്വൈതമായ അനുഭവം, രണ്ടില്ലാത്ത അനുഭവം. അപ്പോൾ യശോദാദേവി യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് തൻ്റെ സ്വരൂപമായ ബ്രഹ്മം, തൻ്റെ സ്വരൂപമായ രൂപമില്ലാത്ത ഈ ആത്മാവ് അല്ലെങ്കിൽ പരമാത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ ബോധം, എല്ലാം ബോധം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജഗത്തുള്ളൂ. അപ്പോൾ ഈ ബോധം, യശോദാദേവിയുടെ പരമാത്മ സ്വരൂപം, ഈ ചലിക്കുന്നതും ചലിക്കാത്തതുമായ എല്ലാ വസ്തുക്കളുമായി രൂപപ്രദർശനം നടത്തുന്ന ആ ഒരു അനുഭവത്തിൻ്റെ ഒരു ഗ്ലിംസാണ് യശോദാദേവിക്ക് ഇവിടെ കിട്ടുന്നത്. ഇത് തന്നെയാണ് അർജുനൻ അനുഭവിക്കുന്നത്. നമുക്ക് വിശ്വരൂപ ദർശനത്തിൽ 19ാമത്തെ ശ്ലോകത്തിലാണ് അത് പറയുന്നത്. എന്ത്? അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുതാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. ആദിമധ്യാന്തരഹിതനും അനന്തവീര്യമുള്ളവനും എണ്ണമില്ലാത്ത കൈകളോടുകൂടിയവനും ചന്ദ്രനും സൂര്യനും കണ്ണുകളായുള്ളവനും ജ്വലിക്കുന്ന അഗ്നി വായായിട്ടുള്ളവനും, ഇങ്ങനെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ ഈ സ്വരൂപം ഞാൻ കാണുന്നുവെന്ന് ത്വാം പശ്യാമി പറയുന്നു. അതുപോലെ തന്നെ പറയുന്നു അടുത്ത ശ്ലോകത്തിൽ, ദ്യാവാ പൃഥിവ്യോരിതമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാഃ ദൃഷ്ട്വാദ്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ. മഹാത്മാവേ, അർജുനൻ അത്ഭുതത്തോടുകൂടി ഭഗവാനെ വിളിക്കുകയാണ്. അപ്പോൾ അതുവരെയൊക്കെ കൃഷ്ണ, സഖാവേ ഇങ്ങനെയൊക്കെ വിളിച്ച അർജുനൻ പറയാണ്, മഹാത്മാവേ, ആകാശത്തിനും ഭൂമിക്കുമിടയിലുള്ള ഈ അന്തരീക്ഷം,
അപ്പോൾ ഈ അന്തരീക്ഷത്തിനെ കുറിച്ച് ഞാൻ എടുത്തു പറയാൻ കാരണം, ഇത് നമ്മൾക്ക് ഈ ലോകത്തിൻ്റെ ഏത് കോണിലിരിക്കുന്നവർക്കും, ഏത് ഭാഷ സംസാരിക്കുന്നവർക്കും, ഏത് മതത്തിലുള്ളവർക്കും ഒരുപോലെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഭൂമിക്കും ആകാശത്തിനും ഇടയിലുള്ള സ്പേസ്, അന്തരീക്ഷം. എം ടി സ്പേസ്, ശൂന്യമായ ഈ അന്തരീക്ഷം. എല്ലാം ഇത് ദൂരത്തൊന്നും പോകണ്ട, ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ നോക്കൂ, ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള സ്ഥലം, ആ അന്തരീക്ഷം. ഇപ്പം നമ്മൾ റൂമിലിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ സ്പേസിൽ എം ടി സ്പേസ് നമ്മൾ കാണുന്ന, നമ്മൾ അനുഭവിക്കുന്ന ചുമരിന് ഇടയിലുള്ള താഴത്തെ നിലവും മേലെ റൂഫിൻ്റെയും അതിൻ്റെയും ഇടയിലുള്ള ആ ഒരു സ്പേസ് ഇല്ലേ, അത് തന്നെയല്ലേ എം ടി സ്പേസ്, ആ അന്തരീക്ഷം. അതിനെക്കുറിച്ച് പറയാൻ ഇതാ കാരണം. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അർജുനൻ ദ്യാവാ പൃഥിവ്യോഹ ഇതം അന്തരം, ഈ ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള ഈ സ്പേസ്, അന്തരീക്ഷം ഏകനായ അങ്ങയാൽ നിറയപ്പെട്ടിരിക്കുന്നുവല്ലോ. അപ്പോൾ ഭഗവാൻ എവിടെ എന്ന ചോദ്യത്തിന് ഇതിൽ കൂടുതൽ വ്യക്തമായി എങ്ങനെ ഋഷിവര്യന്മാർ നമുക്ക് ഉത്തരം തരും? ഈ ദൂരത്തെങ്ങും പോയിട്ടില്ല ഭഗവാൻ, ഒരിക്കലും ഒരു രൂപമല്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം. ഒരു രൂപമാണ് ഭഗവാൻ എന്ന് വിചാരിച്ചോ, അപ്പോൾ പിന്നെ ആ രൂപമല്ലാത്തതൊന്നും ഭഗവാനല്ല എന്നുള്ളത് കരുതേണ്ടി വരും. അങ്ങനെ ഒരു സങ്കല്പം. അപ്പോൾ നമ്മൾ ഇപ്പോൾ വിഗ്രഹം വെച്ച് ആരാധിക്കുമ്പോഴും എല്ലാം നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം ഇതാണ്, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ഈ വിഗ്രഹത്തിലുണ്ട്. അപ്പോൾ വിഗ്രഹത്തിൽ ഭഗവാൻ ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്, എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ള. അപ്പോൾ ഒരു കാര്യം ഇപ്പം നമ്മൾ കണ്ടത് കോമൺ ആയിട്ടുള്ള കാര്യം, യശോദാദേവി കാണുന്നതും അർജുനൻ കാണുന്നതും, പിന്നെ വേറൊരു ഭാഗത്തുണ്ട് മഹാബലിക്ക് ഈ വിശ്വരൂപ ദർശനം കൊടുക്കുന്ന ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്തും കാണുന്നത് നമ്മൾ ഇത് തന്നെയാണ്, അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ. അപ്പം നമ്മൾ എന്തുകൊണ്ട്, നമ്മൾ എത്ര കാലമായി നമ്മളിപ്പോൾ ഈ ഭൂമിയിൽ കഴിയാൻ തുടങ്ങിയിട്ട് എപ്പോഴെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ അല്ലേ, അതിലേക്കൊരു ശ്രദ്ധയൊന്നും നമുക്ക് പോവില്ല. കാരണം മനസ്സെപ്പോഴും ഓരോന്നിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ ദൂരത്തൊന്നല്ല. അതാണ് ഉപനിഷത്തുക്കളൊക്കെ പറയുന്നത്, മുകളിൽ ബ്രഹ്മം, താഴെ ബ്രഹ്മം, ഇടത് ബ്രഹ്മം, വലത് ബ്രഹ്മം, പിന്നിൽ ബ്രഹ്മം, മുന്നിൽ ബ്രഹ്മം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം ഒഴിവുണ്ടോ? ഇല്ല. അപ്പം എങ്ങും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കുറച്ചും കൂടി നമ്മളെ മനസ്സിനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് ശരിക്കും ഓർമ്മിക്കുക. നമ്മൾക്ക് ഭഗവാനെ ദൂരത്തല്ല, എങ്ങും നിറഞ്ഞു നിൽക്കുന്നു, ഈ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായി അർജുനൻ അനുഭവിച്ചു, യശോദാദേവി അനുഭവിച്ചു. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മൾക്ക് അറിയാൻ പറ്റുന്ന സ്ഥലമാണ് ഈ അന്തരീക്ഷം, എങ്ങും നിറഞ്ഞത്, പിന്നെ ചലിക്കുന്ന, പിന്നെ മുഴുവനും ഈ സ്പേസ്, എം ടി സ്പേസ്, ശൂന്യമായ ഈ അന്തരീക്ഷം, അതിൽ തന്നെ ചലിക്കുന്നതും ചലിക്കാത്തതുമായ പല വസ്തുക്കൾ കാണുന്നു അല്ലേ. ഓബ്ജക്ട്സ് നമ്മൾ കാണുന്നു, ഫർണിച്ചറൊക്കെ കാണുന്നു, ഇങ്ങനെയുള്ള എല്ലാം, പിന്നെ ആളുകൾ നടന്നു പോകുന്നു, എല്ലാം ഇനി അടുത്തതിലേക്ക് വരുന്നു. അപ്പോൾ അന്തരീക്ഷത്തിൽ ഭഗവാൻ ഉണ്ടെന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു. വേദവ്യാസ മഹർഷി നമുക്ക് ക്ലിയർ ആക്കി മനസ്സിലാക്കി തന്നു. ഈ ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള സ്പേസ് മുഴുവൻ ഭഗവാൻ നിറഞ്ഞു നിൽക്കുന്നു. ഇനി അടുത്ത എന്ത് പറയുന്നു? ആകാശവും ഭഗവാൻ തന്നെ, ഭൂമിയും ഭഗവാൻ തന്നെ. അത് അടുത്ത 24ാമത്തെ ശ്ലോകത്തിലാണ് പറയുന്നത്. നഭസ്പൃശം ദീപ്തമനേകവർണം വ്യാത്താനനം ദീപ്ത വിശാലനേത്രം ദൃഷ്ട്വാ ഹി ത്വാം പ്രവ്യഥിതാന്തരാത്മാ ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണു. ആകാശത്തെ പൊട്ടിയിരിക്കുന്നവനും നഭസ്പൃശം. അപ്പോൾ അന്തരീക്ഷം നമ്മൾ കവർ ചെയ്തു, ആകാശത്തിലേക്ക് അർജുനൻ പറയാണ് ആകാശം നിറഞ്ഞു നിൽക്കുന്നവനും. അതാ അവിടെയും കഴിഞ്ഞു, അവിടെയും ഭഗവാനുണ്ട് എന്നുള്ളത് സ്ഥാപിച്ചു കഴിഞ്ഞു. ഭൂമിയും അനേക വർണ്ണങ്ങളോട് കൂടിയവനും എങ്ങും നിറഞ്ഞു നിൽക്കുന്നവനുമായ. ഇനി പറയുന്നു എല്ലാറ്റിലും അടുത്തത് പറയുന്നു, ഇനിയിപ്പോൾ ആകാശവും ഭൂമിയും അന്തരീക്ഷവും കവർ ചെയ്തു.
ഇനിയിപ്പോൾ നമുക്ക് തോന്നാം അപ്പം ഈ ആളുകളായും വസ്തുക്കളായും ഒക്കെ ഇരിക്കുന്നത് അതൊക്കെ എന്താണ് പിന്നെ? അപ്പോൾ നമ്മൾ പുരുഷ സൂക്തം എടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് അല്ലെ, സഹസ്രശീർഷനാണ് പുരുഷൻ. ആയിരക്കണക്കിന് തലയോട് കൂടിയവൻ, പതിനായിരക്കണക്കിന് കൈയോട് കൂടിയവൻ, അത്രയും കാലുകളും അത്രയും നേത്രങ്ങളും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കില്ല, വിചാരിക്കും ഇങ്ങനെയൊരു ഓർഗാനിസം ഉണ്ടോ, ഇങ്ങനെ ഇത്രയും തലകളുള്ള. നമ്മൾ രാവണനെ പറ്റി 10 തലയുള്ള ഒരാൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെയൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കുക. എന്താ ഈ സഹസ്രശീർഷ പുരുഷ? ഈ പുരുഷന്റെ സഹസ്ര ശീർഷ പുരുഷ, 1000 തലകളിൽ ഒരു തലയാണ് എൻ്റെതും നിങ്ങളുടേതൊക്കെ. മനസ്സിലായില്ലേ? അപ്പൊ ഏതൊരു ഭഗവത് വർണ്ണനയാണോ നമ്മളെ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുന്നത്, അത് പൂർണ്ണമാവുന്നില്ല. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ എങ്ങനെ നമ്മളെ ഒരാളെ മാത്രം എക്സ്ക്ലൂഡ് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇവിടെ എന്താണിത്? ഭഗവാൻ വേദവ്യാസൻ നമുക്ക് പ്രൂവ് ചെയ്ത് തരാൻ ശ്രമിക്കുന്നത് എന്താണ്? നിങ്ങളതാണ്, നിങ്ങളതിൻ്റെ ഭാഗമാണ്. തത്വമസി, അതാണ് ഉപനിഷത്തുകൾ നമ്മളോട് പറയുന്നത്. തത്വമസി, അത് നീ തന്നെയാകുന്നു കുഞ്ഞേ. ഏതിനെയാണോ നിങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് അത് നീ തന്നെയാകുന്നു. അപ്പോൾ ഈ വ്യക്തിയാണോ പറയുന്നത്? ഈ വ്യക്തി അതാണെന്നാണോ പറയുന്നത്? അല്ല. വ്യക്തി എന്നുള്ളത് ഈ രൂപമില്ലാതെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ ബോധമണ്ഡലത്തിൽ കളിക്കുന്ന ഒരു വെറും വേഷം മാത്രമാണ് ഈ വ്യക്തി. അപ്പൊ വ്യക്തിയും അത് തന്നെ. ഇപ്പൊ കടലിൽ തിരമാല, കടൽ വേറെ തിരമാല വേറെ എന്ന് പറയോ? ഇല്ല. അപ്പൊ തിരമാല എന്ന് പറയുന്നത് കടലിന്റെ ഭാഗം തന്നെയാണ് അല്ലേ? അത് കടൽ തന്നെയാണ്. അതുപോലെ ഈ ഞാൻ 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 എന്ന് പറഞ്ഞ് നമ്മളിലൊക്കെ ഓരോരുത്തരിലും ഈ ജീവൻ, ഓരോ വ്യക്തിയായി കളിക്കുന്ന ഈ ജീവൻ പരമാത്മാവിൻ്റെ തന്നെ കളിയാണിത്. പരമാത്മാവിൻ്റെ തന്നെ വേഷപ്രകടനമാണിത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പറയുന്നു, നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു വായു. ജനിക്കുന്ന ആ നിമിഷം മുതൽ മരിക്കുന്ന ആ അവസാന നിമിഷത്തിലും കൂടി നമ്മൾ കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രവൃത്തി എന്താണ്? ശ്വാസം അല്ലേ? ഈ ശ്വാസത്തിന് എന്ത് വേണം? വായു വേണം. അപ്പോൾ ഈ വായു അപ്പോൾ ജനിക്കുന്ന മുതൽ മരിക്കുന്നത് വരെ വായു നമ്മളുടെ കൂടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഭഗവാൻ എവിടെയോ ഏതോ ഒരു അമ്പലത്തിലാണ്, അല്ലെങ്കിൽ ഏതോ ഒരു പള്ളിയിലാണ്, അല്ലെങ്കിൽ ഏതോ ഒരു സ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപമാണ് എന്നൊക്കെ ധരിച്ചാൽ നമുക്ക് ഒരിക്കലും ഇത് പിടികിട്ടില്ല കാര്യം. അതുകൊണ്ടാണ് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു ആസ്പെക്റ്റിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? വായുര്യമോ അഗ്നിർവരുണശശാങ്കഃ പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വഃ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. ഭഗവാനെ, അർജുനൻ പറയാണ്, അങ്ങു തന്നെയാണ് വായുവായിട്ടും ഭഗവാനെ അറിയാണ് അർജുനൻ. എക്സ്പീരിയൻസ് ചെയ്യാണ്, കാണാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു, അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ആ ഒരു അനുഭവം ഇങ്ങും നിറഞ്ഞു അതിൻ്റെ പ്രസൻസാണ് അനുഭവിക്കുന്നത്. അതെങ്ങനെ അത് പറയാൻ വലിയ പ്രയാസമാണ്. കാരണം നമ്മുടെ ഭാഷ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ദ്വൈതത്തിനെ പ്രൊമോട്ട് ചെയ്യാനാണ്. രണ്ടുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പല നാമരൂപങ്ങൾ. മായയുടെ വകയുള്ള കോൺട്രിബ്യൂഷനാണ് നമുക്ക് അപ്പോൾ ഇതുണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്വൈതത്തിലേക്ക് നമ്മൾ കൂടുതൽ എത്തുന്ന സമയത്ത് ഭാഷ നമുക്കത് കൺവേ ചെയ്യാൻ വലിയ പ്രയാസമാണ്. അതെങ്ങനെ പറഞ്ഞറിയിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ നോക്കൂ, വായു അങ്ങ് തന്നെയാണ് എന്ന് പറയുമ്പോൾ അത് ഭാഷയ്ക്കുള്ള ലിമിറ്റേഷനാണത് കാണിക്കുന്നത്. പക്ഷെ അത് അറിയുന്നുണ്ടോ അർജുനൻ? അത് എക്സ്പീരിയൻഷ്യലി അർജുനൻ അറിയാണ്, അനുഭവിക്കുകയാണ്. അത് തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ്
യശോദാദേവി ഇവിടെ അനുഭവിക്കുന്നത്. വായുവും ആകാശവും ചലിക്കുന്നതും ചലിക്കാത്തതുമായ സകല ജീവജാലങ്ങളും സമുദ്രങ്ങളും പർവ്വതങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെയായി ഈ രൂപമില്ലാത്ത ബ്രഹ്മസ്വരൂപം രൂപപ്രദർശനം നടത്തുന്ന ഒരു തത്സമയ സംപ്രേഷണമാണ് യശോദാദേവി കണ്ടത്. ഇത് തന്നെയാണ് അർജുനനും കണ്ടത്. ഈ തത്സമയ സംപ്രേഷണത്തിൽ ഞാനും നിങ്ങളും എല്ലാം ഈ തത്സമയ സംപ്രേഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ എന്ത് ഗംഭീരമായിട്ടാണ് അല്ലേ ഈ ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കി തരുന്ന ഒരു കഥയുടെ രൂപത്തിൽ അതൊരു പറഞ്ഞ് എന്തൊരു ഭാവനയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ എല്ലാമാകുന്ന ഭഗവാനെ നമസ്കാരം എന്ന് പറഞ്ഞ് അർജുനൻ നമസ്കരിക്കുകയാണ് കൃഷ്ണനെ. അപ്പോൾ അതിൽ തന്നെ 40ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അനന്തവീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവഃ. എല്ലാറ്റിലും വ്യാപിച്ചു നിൽക്കുന്നതായി അനുഭവിക്കുകയാണ് അർജുനൻ. എന്നുവെച്ചാൽ സർവം സമാപ്നോഷി, ഈ വാക്ക് വളരെ പ്രധാനമാണ്. സർവം സമാപ്നോഷി, വ്യാപിച്ചു നിൽക്കുന്ന ഭഗവാനെ അറിയുന്നു. എല്ലാ ശരീരങ്ങളും ഈ ബോധാകാശ മണ്ഡലത്തിൽ, ഈ ചിതാകാശ മണ്ഡലത്തിൽ കാണുന്ന ഒരു രൂപം മാത്രം. നമ്മളുടെ ഈ ശരീരവും മനസ്സും ഈ ചിതാകാശത്തിൽ കാണുന്ന ഒരു പ്രതിഭാസം മാത്രം. അപ്പം നമ്മൾ എന്താ വിചാരിക്കുന്നത്, ബോഡിയും മൈൻഡും ശരീരത്തിലാണ് ഈ ബോധം നിൽക്കുന്നതെന്നാണ് നമ്മളുടെ വിചാരം. തെറ്റിദ്ധാരണയാണിത്. ഈ ബോധത്തിലാണ് ശരീരവും മനസ്സും നിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് നല്ല വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ ബോധാകാശ മണ്ഡലത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന ഒരു രൂപം, ഒരു മനസ്സ്, ഒരു കൂട്ടം ചിന്തകൾ. അതായത് ഇതിൽ ഈ ബോധാകാശ മണ്ഡലത്തിൽ, യോഗവാസിഷ്ഠത്തിൻ്റെ ഭാഷയാണിത്, ബോധാകാശ മണ്ഡലത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന വൈബ്രേഷൻസ് ആണ് ഈ ചിന്തകളും ഈ രൂപങ്ങളും നാമങ്ങളും വികാരങ്ങളും വിചാരങ്ങളും കാഴ്ചകളും ശബ്ദങ്ങളും എല്ലാം. യഥാർത്ഥത്തിൽ ഈ രൂപമില്ലാത്ത ബ്രഹ്മത്തിന് ഇതായി മാറാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അപ്പോൾ പിന്നെ ഈ കാണുന്നതൊക്കെ എന്താണ്? ആ ബ്രഹ്മം ഉള്ളത് കൊണ്ട് മാത്രം, ഈ ബോധത്തിൻ്റെ ബോധമുള്ളത് കൊണ്ട്, സാമീപ്യമെന്നും പറയാൻ പറ്റില്ല, എങ്ങും അത് മാത്രമേ ഉള്ളൂ. ആ ബോധത്തിന് ഇങ്ങനെ ഒരു കഴിവുണ്ട്, ഇല്ലാത്തത് ഉണ്ടാക്കി കാണിക്കുക എന്നുള്ള ഒരു കഴിവ്. അതാണ് മജിഷ്യനെ പോലെ, ഒരു ഇന്ദ്രജാലം കാണിക്കുന്നത് പോലെ ഈ പ്രപഞ്ചം മുഴുവനും പ്രദർശിപ്പിക്കുന്നു. ഇതാണ് ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം. അപ്പം ചോദ്യം വരാം, അപ്പം നല്ലതല്ലാത്ത കാര്യങ്ങളോ ഒക്കെ അത് തന്നെ. നമുക്കെങ്ങനെ അത് മാറ്റി നിർത്താൻ കഴിയും? ഒരേ ഒരു വസ്തു മാത്രമേ ഇവിടെ ഉള്ളൂ എങ്കിൽ രാമനിലും രാവണനിലും അത് തന്നെയാണ് അല്ലേ. അപ്പോൾ രാവണൻ ദുഷ്ടനാണ് നമ്മൾ പറയും. ഈ രാമായണത്തിലൊക്കെ പണ്ടൊക്കെ വിചാരിക്കും, ഇങ്ങനെ ഒരു ക്യാരക്ടർ, ഇതൊരു ദുഷ്ടനാണ്. അത് യാഥാർത്ഥ്യം മനസ്സിലാക്കി എന്താണ്, ഈ രാവണനായി ഈ ദുഷ്ടതരം കാണിക്കുന്നതും എല്ലാം രാമനായി ആ ദുഷ്ടനെ നിഗ്രഹിക്കുന്നതും ഒക്കെ ഒരേ ഒരു ഐന്ദ്രജാലികൻ്റെ രൂപപ്രദർശനം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കുക. അപ്പോൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോ തലത്തിൽ പോയി അതിനെ വിശകലനം ചെയ്തു, ശരിയല്ലേ? നമ്മൾ ആകാശം, ഭൂമി, അതിനിടയിലുള്ള അന്തരീക്ഷം നിറയെ ഭഗവാൻ നിൽക്കുന്നു. ചലിക്കുന്നതും ചലിക്കാത്തതുമായ ഓരോ വസ്തുക്കളായി നിൽക്കുന്നു. ഇനി നമ്മുടെ ഉള്ളിൽ നോക്കാം, നമ്മുടെ ചിന്തകൾ. ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് സമയം മുമ്പ് കഴിച്ച ഒരു ഭക്ഷണത്തിൻ്റെ ഒരു ചിത്രം മനസ്സിലൊന്ന് കൊണ്ടുവരൂ. ഈ ചിത്രം അറിയുന്നത് ആരാണ്? നമ്മളാകുന്ന ബോധമണ്ഡലത്തിൽ ഈ ചിത്രം ഇപ്പോൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചിത്രമായി മാറുന്നതും ചിത്രം അറിയുന്നതും ആര് തന്നെയാണ്? ഒരേ ഒരു വസ്തു, രൂപമില്ലാത്ത ഈ ബോധവസ്തുവാണ് അറിയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫ് ഓരോ അനുഭവങ്ങളിലും
ഭഗവാനെ ഇങ്ങനെ രൂപമില്ലാതെ രൂപപ്രദർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭഗവാനെ ഓർത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഗീതയിൽ പറയുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം. നിരന്തര സ്മരണ എന്ന് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഒറ്റ ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സംശയവുമില്ലാതെ അങ്ങനെയുള്ള ഭക്തന്മാർ എന്നെ പ്രാപിക്കും. ഇത് തന്നെയാണ് ഏറ്റവും വലിയ പൂജ എന്ന് യോഗവാസിഷ്ഠവും പറയുന്നു. അപ്പോൾ ഇവിടെ യശോദാദേവി കാണുന്ന ഈ ഒരു അനുഭവം നോക്കാം. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. സാ തത്ര ദദൃശേ വിശ്വം ജഗത്സ്ഥാനുചഖം ദിശഃ സാദൃദ്വീപാബ്ധി ഭൂഗോളം സവായുഅഗ്നീന്ദുതാരകം. നക്ഷത്രങ്ങളും ചന്ദ്രനും ഭൂമിയും ആകാശവും അന്തരീക്ഷവും ദിക്കുകളും പർവ്വതങ്ങളും സമുദ്രങ്ങളും വായു ചന്ദ്രൻ പ്രവഹൻ ഇങ്ങനെ അതൊരു വായുവിനെ തന്നെയാണ് പറയുന്നത്. ഭൂലോകവും പഞ്ചഭൂതങ്ങളും സത്വവികാരമായ ദേവന്മാരും, അങ്ങനെ 3 ഗുണങ്ങൾ, സത്വം രജോ ഗുണം തമോ ഗുണം, ഇങ്ങനെ 3 ഗുണങ്ങളാണല്ലോ. ഈ 3 ഗുണങ്ങളും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്താ കാണുന്നത്? മനസ്സിൻ്റെ തന്മാത്രകൾ. അപ്പം ഈ ചിന്തകളും കൂടി കാണുകയാണ് അതിൽ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ 7 ബില്യൺ ആളുകളുടെ ചിന്തകൾ ആ ഒരു തന്മാത്രകളായിട്ട് കാണുകയാണ്. അപ്പം അതും കൂടെ കാണാൻ കഴിയുകയാണ്. അപ്പം എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ഓരോരുത്തരുടെ ചിന്തകൾ, നമ്മൾ നല്ലത് ചീത്ത എന്ന് ലേബൽ ചെയ്യുന്ന ഓരോ ചിന്തകളും അപ്പിയർ ചെയ്യുന്നത് എവിടെയാണ്? ഈ ചിതാകാശ മണ്ഡലത്തിലാണ് അപ്പിയർ ചെയ്യുന്നത്. അപ്പം ഈ ചിതാകാശ മണ്ഡലമാണ് ദേവി യശോദ ഭഗവാന്റെ ഉണ്ണിക്കണ്ണൻ്റെ വായിൽ കാണുന്നത് എന്നാണ്. അപ്പോൾ മനസ്സിൻ്റെ ഇത് മുഴുവനും കണ്ടപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ അതിൽ തന്നെ യശോദ വേറൊരു കാര്യം കൂടി കാണുന്നുണ്ട്. യശോദ തന്നെ നിൽക്കുന്നതും കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ പരമാത്മാവ് തന്നെയാണ് ഇങ്ങനെയൊരു ജീവനായി, ഇങ്ങനൊരു വ്യക്തിയായി നിൽക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പരമാത്മാവ് തന്നെയാണ് ഞാനും നിങ്ങളുമായിട്ടുള്ള വേഷം കെട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പോൾ ഒരു തത്സമയ സംപ്രേഷണം നമ്മൾ കാണുകയാണെങ്കിൽ നമ്മളിപ്പോൾ കാണും നമ്മളുടെ ഈ രൂപവും ഈ പരമാത്മാവിൻ്റെ ഈ ബോധമണ്ഡലത്തിൽ നമ്മളുടെ രൂപം അടക്കമാണ് കാണുന്നത്. അപ്പം യശോദാദേവി തൻ്റെ രൂപം മാത്രം മാറ്റി നിർത്തി ബാക്കിയെല്ലാം ഭഗവാനായിട്ടല്ല കാണുന്നത്. അതിൽ തന്നെ കാണുകയാണ് ഒരു യശോദാദേവി തന്നെ കാണുകയാണ് തൻ്റെ ഒരു രൂപം, ആ ഗോപികയായിട്ടുള്ള ഒരു രൂപം, ആ രൂപവും അതിലൊരു ഉണ്ണിക്കണ്ണനും. അപ്പം ഈ ഭഗവാൻ തന്നെയാണ് ഈ കൃഷ്ണരൂപം, യശോദാദേവിയുടെ രൂപവും എല്ലാം ധരിച്ചുകൊണ്ട് കളിക്കുന്നത്. ഈ ഭഗവാനാകുന്ന ഈ ജഗദീശ്വരൻ, രൂപമില്ലാത്ത ജഗദീശ്വരൻ്റെ ബോധമണ്ഡലത്തിൽ, ആ ചിതാകാശത്തിൽ ഉണ്ടെന്ന് തോന്നുന്ന ഈ സങ്കല്പങ്ങൾ, ഈ ഭഗവാന്റെ സ്വപ്നങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഭഗവാന്റെ സ്വപ്നത്തിലെ കഥാപാത്രങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ സ്വപ്നത്തിൻ്റെ ഒരു തത്സമയ സംപ്രേഷണമാണ് യശോദാദേവി കണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? അപ്പോൾ ഇങ്ങനെയൊരു അനുഭവം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഭയം വന്നു. അർജുനന് വന്ന അതുപോലെ തന്നെ. അർജുനൻ പറഞ്ഞതെന്താണ്? കൃഷ്ണ, എനിക്ക് ഭയം തോന്നുന്നു. കാരണം നമ്മൾക്ക് നമ്മളുടെ സ്വരൂപം അതാണ് എന്ന് പൂർണ്ണമായി ആക്സെപ്റ്റ് ചെയ്യാൻ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. അതൊരു ബ്ലാസ്ഫമി പോലെ തോന്നും. എനിക്കതൊന്നും ഒരിക്കലും ഞാനതായിരിക്കാൻ സാധ്യതയില്ല. നമുക്ക് എളുപ്പമാണ്. ഒരു ഗുരു ഭഗവാൻ തന്നെയാണ്, അത് പറയാൻ വളരെ എളുപ്പമാണ്. കൃഷ്ണൻ ഭഗവാനാണ്. പക്ഷെ അപ്പോൾ പിന്നെ ഞാനോ തൻ്റെ ആത്മാവോ അത് ആക്സെപ്റ്റ് ചെയ്യാൻ വലിയ പ്രയാസമാണ്. അതാണ് ആദ്യം അയം ആത്മാ ബ്രഹ്മ, എല്ലാവരുടെയും ആത്മാവ് ബ്രഹ്മമാണെന്ന് നമ്മൾ പറയും. തത്വമസി, അത് നീ തന്നെ ആകുന്നു എന്ന് പറയാനും കുറച്ചും കൂടി എളുപ്പമുണ്ട്. അതൊക്കെ എളുപ്പമാണ്. പക്ഷെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ മഹാവാക്യത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഒരു പ്രയാസമാണ് അത് ആക്സെപ്റ്റ് ചെയ്യാൻ. ഇത് ശരിക്കും ചിന്തിച്ച് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് അത് പ്രയാസം തോന്നുന്നത്. അത്രമാത്രം ഈ വ്യക്തിയുമായി ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ് ആത്മാവ്. ഈ വ്യക്തി മാത്രമാണ് ഞാൻ, ഈ രൂപം മാത്രമാണ് ഞാൻ എന്ന സങ്കല്പം അത്രമാത്രം മനസ്സിൽ വാസനയായി ഉറച്ചുപോയത് കൊണ്ടാണ് നമ്മൾക്ക് പ്രയാസം തോന്നുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യാൻ.
അതായിരിക്കും ഒരു പക്ഷെ ഏറ്റവും വലിയ വാസന നമ്മളുടെയൊക്കെ. അപ്പം ഈ വാസന കുറച്ച് കുറച്ച് കൊണ്ടുവരലാണ് ഭാഗവതത്തിൻ്റെ ഉദ്ദേശം, ഭഗവത്ഗീതയുടെ ഉദ്ദേശം ഒക്കെ. അപ്പം ഭഗവാൻ എന്താ ഗീതയിൽ തന്നെ, ഗീതാ മഹാത്മ്യത്തിൽ തന്നെ പറഞ്ഞു തരുന്നു അല്ലേ. ഭൂമിദേവിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഗീതയിൽ പറയുന്ന ആ ജ്ഞാനം എന്താണ്, ഗീതയിൽ പറയുന്ന ജ്ഞാനത്തിൻ്റെ പൊരുൾ എന്താണ്. നിങ്ങൾ കാണുന്ന എല്ലാ വസ്തുക്കളും ഈശാവാസ്യമിതം സർവം. ഇപ്പം യശോദാദേവി കണ്ട കാര്യവും അർജുനൻ കണ്ട കാര്യവും എല്ലാം കൂടി കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഒറ്റ കാര്യം നമുക്ക് പറയാം. അതും ഉപനിഷത്തിലെ മന്ത്രം തന്നെ, ഈശാവാസ്യമിതം സർവം യത് കിഞ്ചിത ജഗത്യാം ജഗത്. ഈ ഭഗവാനാൽ നിറയപ്പെട്ടതാണ് ഈ ജഗത്തായി കാണുന്ന സർവവും ഭഗവാൻ തന്നെയാണ്. ഈ ഒരൊറ്റ ജ്ഞാനമാണ് നമ്മൾക്ക് ഭാഗവതവും ഗീതയും എല്ലാം മനസ്സിലാക്കി തരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഥയെ മാത്രം ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇതെങ്ങനെ മനസ്സിലാവും അല്ലേ? അപ്പോൾ ഈ ഒരുപാട് ആളുകളൊക്കെ കേൾക്കാൻ വരണമെങ്കിൽ ഒരു കുറേ കഥകൾ, ഇമോഷൻസൊക്കെ ഒരുപാട് ആഡ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കും ആളുകൾ പറഞ്ഞു തരുന്നത് യൂഷ്വലി. പക്ഷേ ഈ ജ്ഞാനം കൂട്ടിച്ചേർക്കാതെ അത് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയത് പൂർണ്ണമാവും? കാരണം ഭഗവാൻ വേദവ്യാസൻ ഇത് ഇത്രമാത്രം ഈ വിശ്വരൂപ ദർശനത്തിൻ്റെ ആ ഒരു കാര്യം പല പല സ്ഥലങ്ങളിലായി പറഞ്ഞു തരുന്നത് മുഴുവൻ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മളുടെ യഥാർത്ഥ സ്വരൂപം തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ. നമ്മളേറ്റവും സ്നേഹിക്കുന്ന ഈ ഭഗവാൻ കൃഷ്ണൻ അതൊരു രൂപമല്ല, അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഈ ചൈതന്യം, അത് തന്നെയാണ് നമ്മൾ. നമ്മളെന്ന് കരുതുന്ന ഈ വ്യക്തിവേഷങ്ങൾ ആ ഭഗവാന്റെ രൂപപ്രദർശനങ്ങളാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒക്കെ ഉദ്ദേശം ഈ അധ്യായത്തിൻ്റെയും. അപ്പോൾ യശോദാദേവി തോന്നുകയാണ് ഇതൊരു സ്വപ്നമാണോ, അതോ ദൈവമായോ, അതോ എൻ്റെ ബുദ്ധിമോഹമാണോ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ സാധകൻ്റെ മനസ്സ്, അതുവരെ മനസ്സുണ്ടായിരുന്നില്ല, അവിടെ മനസ്സ് കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആയിരുന്നു ഈ അനുഭവത്തിൻ്റെ സമയത്ത് യശോദാദേവിക്ക്. എപ്പോഴും ഒരു മിറക്ക്, ഒരു അത്ഭുതമായിട്ടുള്ള ഒരു കാര്യം, ലോജിക്കിന് നിരക്കാത്ത ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആ സമയത്ത് മനസ്സ് ആബ്സെൻ്റ് ആയിരിക്കും. ഒരു ജഡ്ജ്മെൻറ്റ് ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. അത് കഴിഞ്ഞ് പിന്നെ മനസ്സ് വന്നിട്ട് അതിനെ പറ്റിയിട്ട് പല ജഡ്ജ്മെൻറ്റ്സും നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ശരിക്കും ആ മിറക്കിളിൻ്റെ, അത്ഭുതത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ, നമുക്കത് കംപ്ലീറ്റായി മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണ്. അപ്പോൾ ഇവിടെ അതാണ്, മനസ്സ് തിരിച്ചു വന്നു യശോദാദേവിക്ക്. അപ്പോൾ എന്താണ് ചോദിക്കുന്നത്, അയ്യോ ഇത് സ്വപ്നമാണോ മായയാണോ. അപ്പോൾ ആ അനുഭവത്തിനെ തന്നെ സംശയിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ് ഓരോ സാധകനും അനുഭവിക്കുന്നതാണിത്. പക്ഷെ നമ്മൾക്കുണ്ടാവും നമ്മുടെ സ്പിരിച്വൽ എക്സ്പീരിയൻസ്, അതിൽ മുറുകെ പിടിച്ചിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അതിലൊരു തരത്തിലും സംശയിക്കാൻ ഇടവരുത്തരുത്. മനസ്സിന് അനുവാദം കൊടുക്കരുത് അങ്ങനെ ഒരു ചോദ്യം ചെയ്യലിന്. ആ അനുഭവം ഭഗവാന്റെ ഗ്രേസ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന അനുഭവമാണ്. അതാണ് നമ്മളുടെ ഒരു ഊന്നുവടി എന്ന് പറയുന്നത്. ഈ സാധനയുടെ പാതയിൽ മുന്നോട്ട് പോകുമ്പോൾ തുടക്കത്തിലൊക്കെ നമുക്ക് എന്തിനു മുകളിലെങ്കിലൊക്കെ മുറുകെ പിടിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പം അതിന് ഭഗവാൻ തരുന്ന ഓരോരോ എന്താ പറയുക, ഊന്നുവടികളാണെന്ന് വേണേൽ പറയാം ഈ അനുഭവങ്ങൾ. അപ്പം അതിനെ ഒരു തരത്തിലും നമ്മൾ സംശയിക്കരുത്. അപ്പം അത് പൂർണ്ണമായും അതിനെ വിശ്വസിച്ച് അതിനെ സംശയിക്കാതെ വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ എപ്പോഴും നമ്മൾക്കൊരു അത്ഭുതം ഉണ്ടായി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈവൻ റെക്കഗ്നൈസ് ചെയ്യുക, ഇതൊരു അത്ഭുതമായിരുന്നല്ലോ എന്നുള്ളത് അല്ലേ. അപ്പം നമുക്ക് മനസ്സിലാവില്ല, പിന്നെ കുറേ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളത് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പം അതുപോലെയാണ് യശോദാദേവിക്ക് അത്ഭുതമായി പിന്നെ പെട്ടെന്ന് ഇതൊക്കെ മായയാൽ സംഭവിക്കുന്നതാണോ എന്നൊക്കെ സംശയിച്ച് പെട്ടെന്ന് ഇതൊക്കെ മറന്നുപോയി. അപ്പോൾ കൃഷ്ണൻ എന്താ ചെയ്യുന്നത്, അപ്പോഴേക്കും ഒരു മായ പ്രയോഗിച്ചു. എന്ത് മായ, അമ്മയെ വിശക്കുന്നു എന്നൊക്കെയുള്ള ഒരു തരത്തിലുള്ള ഒരു മായ, ഒരു വാത്സല്യം, വാത്സല്യം അങ്ങോട്ട് ഉണർത്തി. അപ്പോഴേക്കും യശോദാദേവി ഇതൊക്കെ മറന്നു എന്ത് ചെയ്തു, വേഗത്തിൽ പോയി പുത്രനെ വാരിയെടുത്ത് സദ്യോ നഷ്ടസ്മൃതിർഗോപീ സാരോപ്യരോഹമാത്മജം പ്രവൃദ്ധ സ്നേഹ കലില ഹൃദയ ആസീദ്യഥാ പുരാ.
പുത്രനെ വാരിയെടുത്ത് മടിയിൽ വെച്ച് മുമ്പത്തെ പോലെ തന്നെ വർദ്ധിച്ച സ്നേഹത്തോടെ വ്യാപ്തചിത്തയായി തീർന്നു. പിന്നെയും കൃഷ്ണനെ തന്നെ നോക്കി പാല് കൊടുത്തു. കണ്ണൻ്റെ കളികളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് എല്ലാം മറന്നുപോയി, എല്ലാ കാര്യങ്ങളും മറന്നുപോയി. അപ്പം അങ്ങനെ ഈ അനുഭവം പിന്നീടാണ് യശോദാദേവിക്കൊക്കെ അതിൻ്റെ ഒരു വലുപ്പം എന്താണെന്നുള്ളത് പിന്നെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ആ അവസാന കാലം ഈ യദുക്കളുടെ ഈ വംശം അവസാനിക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ പിന്നെയും കൃഷ്ണൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നെ പുത്രനായി കാണരുത് എന്നുള്ളത് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, പുത്രനായി മാത്രം കാണരുത് എന്നുള്ളത്. അപ്പോൾ പിന്നെയാണ് അത് മനസ്സിലാവുന്നത്, യഥാർത്ഥത്തിൽ കൃഷ്ണൻ ആരാണ് എന്നുള്ളത് മനസ്സിലാവുന്നത് പിന്നീടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ തൻ്റെ പുത്രൻ എന്നുള്ള ആ ഒരു ഭാവം കുറച്ച് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അനുഭവത്തിൻ്റെ ആ ഒരു വ്യാപ്തി അനുഭവിക്കാൻ പെട്ടെന്ന് കഴിയുന്നില്ല. അപ്പം അങ്ങനെ പിന്നെയും പുത്രമായയാൽ പുത്രവാത്സല്യമാകുന്ന മായയിൽ വീണ് യശോദാദേവി കുഞ്ഞിനെ പരിലാളിച്ചുകൊണ്ട് മുന്നോട്ട് പോവാണ്. അപ്പം ഇതിൽ നിന്നൊക്കെ മനസ്സിലാവേണ്ട ഒരു കാര്യം എന്താണ്? എങ്ങും നിറഞ്ഞു നിൽക്കുന്നു എന്ന ആ ഒരു സത്യം, ഈ ഒറ്റ കാര്യം നമ്മൾക്ക് പൂർണ്ണമായി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ, പൂർണ്ണമായി അത് ഹൃദയത്തിലേക്ക് എടുക്കാൻ പറ്റിയാൽ, ഈ ഒരു സത്യം ഈശാവാസ്യമിതം സർവം, എങ്ങും നിറഞ്ഞു നിൽക്കുന്നു ഭഗവാൻ, എല്ലാം ഈ ഭഗവാൻ തന്നെയാണ്. കാണുന്ന ഓരോ രൂപങ്ങളും ശബ്ദങ്ങളും ഭാവങ്ങളും എല്ലാം ഭഗവാൻ തന്നെയാണ് എന്നുള്ള ഒറ്റ സത്യം നമുക്ക് പൂർണ്ണമായി ഹൃദയത്തിലേക്കെടുത്ത് അത് ജീവിതത്തിൻ്റെ എല്ലാ തലത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അത് പകർത്താൻ, ഈ സത്യത്തെ ഈ തിരിച്ചറിവിൻ്റെ ജ്ഞാനം പകർത്താൻ കഴിഞ്ഞാൽ, അത് തന്നെയാണ് ഏറ്റവും വലിയ സാധന. കാരണം നമ്മുടെ മനസ്സിൻ്റെ കളികളെക്കുറിച്ച് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സാധനയും പൂർണ്ണമാവുന്നില്ല. കാരണം ഇത് പതഞ്ജലി യോഗസൂത്രമൊക്കെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് മനസ്സിൻ്റെ പഞ്ചവൃത്തികളും ഏതൊക്കെ തരത്തിൽ മായ മനസ്സ് ബ്ലോക്ക് ചെയ്യാൻ നോക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങളും. ഇപ്പോൾ ഈ ജ്ഞാനം തന്നെ ഇത് കുറച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഉണ്ടാവും ഇതിലൊന്നും ഒരു തരത്തിലും വിശ്വസിക്കാത്ത അല്ലെങ്കിൽ ജ്ഞാനത്തിൽ ഒട്ടും വരാത്ത ഒരാൾ വന്നിട്ട് പല കമൻസും നമ്മളോട് പറയാണ്, അങ്ങനെയൊന്നുമല്ല. അപ്പോൾ തന്നെ ഈ നമ്മുടെ വിശ്വാസം നല്ല ഉറച്ചതല്ലെങ്കിൽ എന്തു ചെയ്യും? അവർക്ക് പെട്ടെന്ന് ഈ വിശ്വാസത്തിന് ഷെയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളുടെ ജോലിയാണ് നമ്മളുടെ വിശ്വാസത്തിന് ഇളകിപ്പോവാതെ സൂക്ഷിക്കാൻ. അതാണ് അൺഷേക്കബിൾ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഗീതയിലും ഭഗവാൻ അതാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? പരമമായ ലക്ഷ്യമായി എന്നെ കാണുന്നവർക്ക് മാത്രമേ എന്നെ പ്രാപിക്കാൻ കഴിയുള്ളൂ എന്ന്. എത്രയോ ആയിരക്കണക്കിന് ആളുകളിൽ തന്നെ ഒരാൾക്കായിരിക്കും ഈ മോക്ഷം വേണം, ഭഗവാൻ അറിയണം, വേറെ എന്തൊക്കെ ഉണ്ടല്ലേ ഈ പ്രപഞ്ചത്തിൽ ആഗ്രഹിക്കാനും നേടാനും. പക്ഷെ എത്ര പേര് എനിക്ക് ഭഗവാനെ മതി, എനിക്ക് ഭഗവാനെ അറിയണം, ദുഃഖമോചനം വേണം, മോക്ഷം വേണം എന്ന് എത്ര പേര് പറയുന്നുണ്ട്. അപ്പം അത് തന്നെ ഏതോ അത് തന്നെ പുണ്യം, അങ്ങനെ തോന്നുന്നത് തന്നെ. പക്ഷെ അത് മാത്രം പോരാ, അതിൻ്റെ കൂടെ ഈ ജ്ഞാനം കൂടി കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ പൂർണ്ണമായ ദുഃഖമോചനം എന്നുള്ള ആ ഒരു സ്റ്റേറ്റ് എത്താൻ പറ്റുള്ളൂ. അപ്പം അതിനാണ് വേദവ്യാസ മഹർഷി ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, പലതരത്തിലും നമ്മളെ മനസ്സിലാക്കാൻ. ആകാശവും ഭൂമിയും അന്തരീക്ഷവും എല്ലാം ഭഗവാൻ മാത്രമാണ്. അതുകൊണ്ട് ഭഗവാനെ ദൂരെ നിർത്തരുത്. ഒരു രൂപമാണെന്ന് പറഞ്ഞ് ഒരു അമ്പലത്തിലോ പള്ളിയിലോ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഒതുക്കി നിർത്താൻ പാടില്ല. അത് എങ്ങും നിറഞ്ഞു നിൽക്കുന്നതായി നമ്മൾ പൂർണ്ണമായി അംഗീകരിച്ച് മനസ്സിലാക്കിയ മാത്രമേ നമുക്ക് ഇതിൻ്റെ പൂർണ്ണമായ സാഫല്യം നേടാൻ കഴിയുള്ളൂ. അതിനെല്ലാവർക്കും സാധിക്കട്ടെ. പ്രണാമം. ഓം ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിനോ. ഓം ശാന്തി ശാന്തി ശാന്തി.